ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് HSST കെമിസ്ട്രി നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസുമായിട്ടാണ്. അപ്പോൾ അടുത്ത സെറ്റ് പരീക്ഷ, ഒരു സെറ്റ് പരീക്ഷയും കൂടെ ആയിരിക്കും നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. 2026 അടുത്ത HSST നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പോടെ പറയാൻ കഴിയും. നമ്മളുടെ മുമ്പിൽ ഇനി ഒരു സെറ്റ് പരീക്ഷയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ആ ഒരു സെറ്റ് വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പഠിച്ച് മുന്നേറുക. ഇത്തവണത്തെ തന്നെ സെറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്തവണത്തെ സെറ്റ് കിട്ടാത്തവര് ഇനി ഒരു ലാസ്റ്റ് ചാൻസ് ഇല്ല. അടുത്ത സെറ്റ് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കണം. കാരണം ഇതിനുശേഷം 2026 നമുക്ക് ഉറപ്പായിട്ടും HSST നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് HSSTയുടെ ജനറൽ കാര്യങ്ങളുമായിട്ടാണ്. നോട്ടിഫിക്കേഷനിലെ കാര്യങ്ങൾ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, നിങ്ങൾക്ക് PhD MPhil ഒക്കെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുമ്പോൾ ഇവൻ HSSTക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പോലും അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, അതിൽ എത്ര മാർക്ക് കിട്ടും, അതിന്റെ പേ സ്കെയിൽ എങ്ങനെയാണ്, നിലവിലെ അഡ്വൈസ് നില എവിടെ വരെ എത്തി, ഇങ്ങനത്തെയൊക്കെ കുറച്ച് ജനറൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്ന് ചെക്ക് ചെയ്യാം. കൺസേൺ സബ്ജക്റ്റിലെ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ്, അറ്റ്ലീസ്റ്റ് 50% മാർക്കോട് കൂടി ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ സെറ്റ് ക്വാളിഫിക്കേഷൻ ഒപ്പം B.Ed ഇൻ കെമിസ്ട്രി ഓർ ഇക്വലന്റ് ആയിട്ടാണ് നമ്മൾ ക്രൈറ്റീരിയ, നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പോകുന്നത്. ഇൻ കേസ് നിങ്ങൾ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ സെറ്റിന്റെ ആവശ്യമില്ല, PhD ആണെങ്കിൽ ആവശ്യമില്ല, MPhil ഉണ്ടെങ്കിൽ സെറ്റിന്റെ ആവശ്യമില്ല, M.Ed ഉണ്ടെങ്കിൽ സെറ്റിന്റെ ആവശ്യമില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. 20 മുതൽ 40 വയസ്സ് വരെയാണ് നമ്മൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST OBC ഡിഫറെന്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനെല്ലാം തന്നെ അത് അവർക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന റിലാക്സേഷൻ SC ST കാൻഡിഡേറ്റിനുള്ള 5 വർഷത്തതും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തതും ഡിഫറെന്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനുള്ള 10 വർഷത്തുമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ എല്ലാ പരീക്ഷയിലെയും പോലെ തന്നെ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. സെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നോൺ ക്വാളിഫൈങ് ഡിഗ്രി ആയ MPhil PhD പോസ്റ്റ് ഡോക്ടറിനെല്ലാം തന്നെ വെയിറ്റേജ് മാർക്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം ഞാൻ നമ്മുടെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് വെച്ചിട്ടൊന്ന് പറയാം. ഇതായിരുന്നു ഇത്തവണത്തെ HSSTയുടെ മെയിൻ ലിസ്റ്റ്. ഇതിൽ ആദ്യത്തെ 1, 2, 3 റാങ്കുകൾ വന്ന റാങ്ക് ലിസ്റ്റ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ രണ്ടാമത്തെ റാങ്ക് നേടിയിരിക്കുന്ന കാൻഡിഡേറ്റിന് PhD ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അയാള് ടെസ്റ്റിന് 100-ൽ 41.67 മാർക്ക് ക്വാളിഫൈ ചെയ്തു. അതുപോലെ ഇന്റർവ്യൂവിന് 20-ൽ 13 മാർക്ക് ലഭിച്ചു. അക്കാഡമിക് ഗ്രേഡ്, അതായത് MSCക്ക് കിട്ടിയ, ആ കുട്ടിക്ക് MSCക്ക് കിട്ടിയ മാർക്കിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇവിടെ എടുക്കുന്നുണ്ട്. അത് ആൾക്ക് 13.8133 ആണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ആൾക്ക് PhD ഉള്ളത് കൊണ്ട് ഒരു 4 മാർക്ക് അഡീഷണൽ കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ റാങ്ക് ഉള്ള കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ ടെസ്റ്റിൽ 39.67 ഇന്റർവ്യൂവിന് 12 മാർക്കും MSCയുടെ കോൺട്രിബ്യൂഷൻ 15.3 ആൾക്ക് MPhilലും PhDയും ഉള്ളത് കൊണ്ട് 5 മാർക്ക് അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ +2 പരീക്ഷ അല്ലെങ്കിൽ +2 അധ്യാപകയാവാൻ വേണ്ടിയുള്ളതല്ലേ ഈ പരീക്ഷ. അതുകൊണ്ട് തന്നെ MPhilലും PhD ഒക്കെ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുമോ എന്നൊരു ഡൗട്ട് ഉള്ളവർ മാറ്റിയേക്കുക. നമുക്ക് അക്കാഡമിക് ഗ്രേഡ് വെയിറ്റേജ് എക്സ്ട്രാ ഇതിൽ കിട്ടുന്നതാണ്. അപ്പൊ നമുക്കതൊരു അഡീഷണൽ ബെനിഫിറ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, നമുക്ക് PhD ഉണ്ട് എങ്കിൽ MPhil ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ ഇപ്പോഴേ തന്നെ ആഡ് ചെയ്ത് സെറ്റ് ചെയ്യുക. കാരണം വൺസ് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇതൊക്കെ ആഡ് ചെയ്യുന്നെങ്കിൽ ഒരിക്കലും PSC അത് വെയിറ്റേജ് ആയിട്ട് ആഡ് ചെയ്യില്ല. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ വെയിറ്റേജ് ആയിട്ട് ആഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ലാസ്റ്റ് ടൈമിന് വേണ്ടി നിൽക്കാതെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എല്ലാം തന്നെ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പുവരുത്തുക. വളരെ ആകർഷണീയമായ ഒരു പേ സ്കെയിൽ ആണ് HSST ജൂനിയർ നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. 45,600 മുതൽ 95,600 വരെയാണ് സ്കെയിൽ ഓഫ് പേ. പ്ലസ് ഇതുപോലെ തന്നെ HRA ഉണ്ട്, DA ഉണ്ട്, അതുപോലെ ബാക്കി റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ ബാക്കി ഇൻഷുറൻസ് ബെനിഫിറ്റ്സ്, അങ്ങനെ മെഡിക്കൽ ഇൻഷുറൻസ്, അങ്ങനത്തേക്ക് എല്ലാ ബെനിഫിറ്റ്സും ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഈ സ്കെയിൽ ഓഫ് പേ 45,600 പ്ലസ് ആണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൽ ഈ പറഞ്ഞ DAയും HRAയും കൂടെ ചേർന്നായിരിക്കും നമുക്ക് എമൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നല്ല ഒരു പേ സ്കെയിൽ ആണ് HSST നിങ്ങൾക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പരീക്ഷയിലേക്ക് കിടക്കാം, അതാണല്ലോ പ്രധാനം.
അപ്പോ നമുക്കിപ്പോ ഒരു വർഷത്തെ കട്ട് ഓഫ് വെച്ചിട്ട് നമുക്ക് അടുത്ത വരാൻ പോകുന്ന വർഷത്തെ പരീക്ഷയ്ക്ക് ഇതായിരിക്കും കട്ട് ഓഫ് എന്ന് ഒരിക്കലും പറയാനായിട്ട് കഴിയില്ല. കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ഒരു എക്സാമിന്റെ കട്ട് ഓഫ് മാർക്കിനെ അടിസ്ഥാനപ്പെട്ടിട്ടുണ്ട്. അതായത് ആ പെർട്ടിക്കുലർ എക്സാമിന് അപ്പിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം, അത് എക്സാം ക്വാളിഫൈ ചെയ്ത് കാൻഡിഡേറ്റ്സ് എത്ര പേരുണ്ട്, അതിന്റെ എണ്ണം, വേക്കൻസികൾ, അതുപോലെ തന്നെ ഡിഫിക്കൽറ്റി ലെവൽ എന്നിവയെല്ലാം തന്നെ ഈ ഒരു കട്ട് ഓഫിനെ നിർണ്ണയിക്കുന്നതാണ്. അപ്പൊ പരീക്ഷയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് +2 +1 ടെക്സ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങണം. ബേസിൽ നിന്ന് തുടങ്ങി BSc കയറി MSc എത്തുക. അപ്പൊ തിയറി നല്ല രീതിയിൽ ബേസ് ആക്കിയതിനു ശേഷം മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ MCQs മാക്സിമം ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമും എന്താണ് ക്വാളിഫൈ ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണം. അപ്പൊ നമ്മൾ നോക്കേണ്ട എക്സാംസ് എന്ന് പറയുന്നത് CSIR നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം, ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം, ടിഫറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം, CUT PG എൻട്രൻസിന്റെ നോക്കണം. എന്തിനേറെ എന്തൊക്കെ MCQs നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടോ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്യുമ്പോൾ മാക്സിമം കിട്ടുന്ന MCQs വർക്ക്ഔട്ട് ചെയ്ത് പോകുന്നത് ഏറ്റവും ബെനിഫിറ്റ് ആണ്. നമ്മളുടെ കോൺഫിഡൻസ് കൂട്ടും, നമുക്ക് ആ പെർട്ടിക്കുലർ ഏരിയ വൈഡൻ ഡീപ്പൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യുമ്പോൾ അവസാനം ഈ പറഞ്ഞ പോലെ MCQs ചെയ്ത് പോകാമെന്നല്ല, കറസ്പോണ്ടിങ് ടോപ്പിക്സ് പോകുന്നതിനോടൊപ്പം ഒപ്പം തന്നെ ഈ പറഞ്ഞ MCQs വർക്ക്ഔട്ട് ചെയ്ത് പോകുന്നതായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് ബെനിഫിറ്റ്. ഇതാണ് നമുക്ക് ലാസ്റ്റ് നടന്ന അപ്പോയിന്റ്മെന്റ് ചാർട്ട് നമ്മുടെ PSCയുടെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് കുറച്ച് ഒരു എന്താണ് കോട്ട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് നിലവിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള വേക്കൻസീസ് ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും അടുത്ത സെറ്റ് ഓഫ് അപ്പോയിന്റ്മെന്റ് നടക്കുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ നിലവിൽ ഒരു അപ്പോയിന്റ്മെന്റ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരാൾക്കാണ് വേക്കൻസി പോയിരിക്കുന്നത്. നിരാശപ്പെടേണ്ട, ഒരു കുറച്ച് കോടതി കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം നിലവിൽ മാറിയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള വേക്കൻസീസും ഉടനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള അഡ്വൈസസും എല്ലാം പോകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് HSSTക്ക് വേണ്ടി ഇപ്പോഴേ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. 2026 നോട്ടിഫിക്കേഷൻ വരൂ എന്നും പറഞ്ഞ് കാത്തിരിക്കാൻ പറ്റില്ല. വൺസ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ എക്സാം നടക്കും. അപ്പോൾ നിങ്ങളുടെ നിലവിലെ ഒരു സിലബസ് എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പൻ ആണ്. കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ പരന്നൊരു സിലബസ് ആണ്. അപ്പൊ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. ലാസ്റ്റ് നടന്ന പരീക്ഷയിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഒക്കെ ഒഴിവാക്കി അതിലെ ഡ്രൈ ഏരിയാസിൽ നിന്നാണ് മിക്ക ചോദ്യങ്ങളും വന്നത്. നല്ല രീതിയിൽ ഒരു പാടായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു കഴിഞ്ഞ HSST നടന്നത്. കട്ട് ഓഫ് 36 മാർക്ക് ആയിരുന്നു. അപ്പൊ ആ ഒരു 36 സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഈവൻ 36 സ്കോർ ചെയ്താൽ പോലും നമുക്ക് ജോലി ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ലാസ്റ്റ് റാങ്ക് ആണ്, മെയിൻ ലിസ്റ്റിലെ ലാസ്റ്റ് റാങ്കിനാണ് ഈ പറഞ്ഞ 36. അപ്പൊ എത്രയോ റൊട്ടേഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞാണ് ആ 36ാമത്തെ മേടിക്കുന്ന ആൾക്ക് ജോലി കിട്ടുന്നത്. വളരെ പോസിബിലിറ്റി കുറഞ്ഞിട്ടുള്ള ഒരു കാര്യവുമാണ്. അപ്പോൾ 36 മാർക്ക് മേടിക്കുന്നതിലല്ല, ഏറ്റവും ടോപ്പ് മാർക്ക് മേടിക്കുന്നതിലാണ് ജോലി ഉറപ്പാക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. അതിന്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ വളരെ ഡീപ്പൻഡ് ആയിട്ട് കൃത്യമായിട്ട് സബ്ജക്ട് അറിഞ്ഞിരിക്കുക, അതുപോലെ MCQs ചെയ്തിരിക്കുക. വളരെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യങ്ങളായിരിക്കും നിങ്ങളെ തേടിയെത്തുന്നത്. ഈവൻ ഡ്രൈ ഏരിയാസ് പോലും നമുക്ക് ഒട്ടും കളയാൻ പറ്റില്ല എന്നുള്ളത് ലാസ്റ്റ് HSSTയിൽ നമ്മൾ മനസ്സിലാക്കി. മറ്റു വേറെ സബ്ജക്റ്റുകളിലെ എക്സാം കുറച്ചും കൂടെ എളുപ്പമായിരുന്ന സമയത്ത് HSST കെമിസ്ട്രി കുറച്ച് ഏറെ തന്നെ പാടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അത്രയും കട്ട് ഓഫും കുറഞ്ഞു വന്നത്. പക്ഷെ ആ കട്ട് ഓഫ് ഒക്കെ ക്രോസ് ചെയ്ത് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തു കുട്ടികള്. അപ്പോൾ നമ്മളുടെ മുന്നിൽ ഈ പറഞ്ഞ സിലബസ് ഒന്നും മാറ്റാൻ വഴിയില്ല. നമ്മളുടെ പിന്നെ സിലബസ് മാറിയാൽ തന്നെ ടോപ്പിക്സുകളെല്ലാം കോമൺ ആയിട്ട് കുറെ ടോപ്പിക്സ് ഉണ്ടാവും. സോ ഇപ്പോഴേ മുതലേ പഠനം ആരംഭിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രിപ്പറേഷൻ നടക്കാൻ പറ്റത്തുള്ളൂ. നല്ല രീതിയിൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു സെറ്റിന്റെയും അല്ലെങ്കിൽ നെറ്റ് പ്രിപ്പറേഷന്റെ ഒക്കെ നിലവിൽ നിൽക്കുന്ന ഒരു മൂഡിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് കൊണ്ടുപോകാനും എളുപ്പമായിരിക്കും. ഇപ്പൊ നിങ്ങളൊരു സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോ അല്ലെങ്കിൽ സെറ്റ് ക്വാളിഫൈ ചെയ്തവരോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു മൂഡിൽ നിൽക്കുകയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിനുള്ളിൽ നിൽക്കുകയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് എടുക്കാതെ തന്നെ ഇതോടൊപ്പം കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അല്ല എനിക്ക് സെറ്റ് കിട്ടി, ഇനി ഞാനൊന്ന് റിലാക്സ് ചെയ്യട്ടെ എന്നും പറഞ്ഞിരുന്നാൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ആണ് മിസ്സാവാൻ പോകുന്നത്. അപ്പൊ ഈ വരുന്ന 2026 നോട്ടിഫിക്കേഷൻ വേണ്ടി കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ പഠനം ആരംഭിക്കുക. വരാൻ പോകുന്ന HSST ഒരിക്കലും എളുപ്പമല്ല. അതായത് അങ്ങനെ നമുക്ക് സുഖമായിട്ട് ചെന്ന് കയറി ക്വാളിഫൈ ചെയ്ത് വരാനും അത് ഉറപ്പായിട്ടും അല്ല. കാരണം PSC കോമ്പറ്റീഷൻ കൂടുകയാണ്, ചോദ്യങ്ങളുടെ ലെവല് കൂടുകയാണ്.
അതുപോലെ തന്നെ നമ്മളിപ്പോ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോയി 100 ക്വസ്റ്റ്യനിൽ 100 എഴുതിയാൽ പോലും ഡിലീഷനും കാര്യങ്ങളും ഒക്കെ വന്ന് നമ്മളുടെ ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് പോലും PSC ഡിലീറ്റ് ചെയ്ത് കളയുന്ന ഒരു പ്രവണതയുണ്ട്. ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ട് ഈ പറഞ്ഞ ഇത് ഡിലീറ്റ് ആയി പോകും. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സ്കോർ പോലും കുറഞ്ഞു പോകും. അപ്പം 100 ചോദ്യങ്ങളും നല്ല രീതിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്കോർ ഉറപ്പിക്കാനായിട്ട് സാധിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ വളരെ നല്ലൊരു ബേസ്, നല്ലൊരു ഫൗണ്ടേഷൻ, അതുപോലെ നല്ലൊരു പ്രിപ്പറേഷൻ വേണം. ചുമ്മാതെ പോയങ്ങ് പരീക്ഷ എഴുതി ജയിക്കാമെന്ന് നമുക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. ഈ ഒരു ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന HSST നേടിയ കുട്ടികളെല്ലാം തന്നെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്തവരാണ്. അതുകൊണ്ടാണ് അവർ ആ ഒരു ഹാജർ ബുക്കിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ ആദ്യത്തെ ഒരു ടേണിൽ തന്നെ ജോലി നമുക്ക് ഉറപ്പാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ വരാൻ പോകുന്ന HSST-യിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ടോസ് അക്കാഡമി ആശംസിക്കുന്നു. താങ്ക്